സുഹൃത്തുക്കളെ, ഞാൻ ഈ ഗണേഷ് കുമാർ ബിന്ദു മേനോൻ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചെയ്ത ഒന്നാമത്തെ വീഡിയോയിൽ ആമുഖമായി ഈ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറഞ്ഞതെല്ലാം കെട്ടുകഥയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിനുശേഷം ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ അവർ നടത്തുന്ന അനധികൃത അഴിമതി ഇടപാടുകളെക്കുറിച്ച് ഉള്ള കുറേ വിശദാംശങ്ങളാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അവർ നടത്തുന്ന കമ്പനി മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനി, അവരുടെ അഴിമതി ഇടപാടുകൾ, അതിൻ്റെ കമ്മീഷൻ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്, ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ ഗണേഷ് കുമാറുമായി പിണങ്ങി, ഗണേഷ് കുമാറുമായി തെറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഗണേഷ് കുമാറുമായി ഇവർ തെറ്റുന്നത് ഗണേഷ് കുമാറിൻ്റെ അപര സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അവരുമായിട്ടുള്ള പ്രണയം, തനിക്കതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന പീഡനം, ഇതുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെയാണല്ലോ ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ വനിത ഏഷ്യാനെറ്റിലൂടെ പൊതുജനങ്ങളോട് പറഞ്ഞത്. അതൊക്കെ പച്ചക്കള്ളവും പൊട്ടത്തെറ്റുമാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് അഴിമതി പണം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, അത് യഥാർത്ഥത്തിൽ അത് ഉത്ഭവിക്കുന്നത്, ഈ വിഷയത്തിലേക്ക് ചെന്നെത്തുന്ന സംഭവ വികാസങ്ങൾ ഉത്ഭവിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഗണേഷ് കുമാറും ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോനും പിണറായി വിജയൻ്റെ മരുമകനുമൊക്കെ കൂടെ ചേർന്ന് ഏതാണ്ട് 2 ആഴ്ച കാലത്തേക്ക് സിംഗപ്പൂർ, മാനില എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ നടത്തിയ ഒരു പര്യടനവും ആയി ബന്ധപ്പെട്ടിട്ടാണ്. എൻ്റെ പ്രേക്ഷകർ ഓർമ്മയുണ്ടാവും, 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രചരണമെല്ലാം കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണം നടത്താൻ ബാധ്യതയുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രചരണങ്ങളൊന്നും നടത്താതെ നേരെ ഒരു വിദേശ പര്യടനത്തിൽ പോയത് എൻ്റെ പ്രേക്ഷകർ ഓർമ്മയുണ്ടാവും. ഒന്നത് വലിയ വിവാദമായിരുന്നു, വലിയ വിമർശനമായിരുന്നു. കാരണം മോദിക്കെതിരായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം, ഇന്ത്യയിൽ ആകപ്പാടെയുള്ള ഒരു CPM മുഖ്യമന്ത്രി, മറ്റ് പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരും എല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. സ്റ്റാലിനും അവരും ഒക്കെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി. എന്നാൽ ഇന്ത്യയിലുള്ള ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിലെ പ്രചരണം കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണം നടത്തുന്നതിന് പകരം വിദേശ പര്യടനത്തിന് പോയത് അന്ന് വലിയ വിമർശനമായിരുന്നത് എൻ്റെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ പര്യടനത്തിൽ ഈ ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എങ്ങനെ ഉൾപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച് അന്ന് വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. എന്താണ് പൊടുന്നനെ ഗണേഷ് കുമാറിനെയും ഭാര്യയെയും അതിൽ പങ്കാളികളാക്കുന്നത്? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, 2024 ഗണേഷ് കുമാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു തർക്കം ഉണ്ടായിരുന്നു. അതാണ് ഗണേഷ് കുമാർ അധികാരത്തിൽ കയറി ഉടനെ തന്നെ മന്ത്രിയായി ഉടനെ തന്നെ ഉണ്ടായ ഒരു തർക്കം. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് ഗണേഷ് കുമാറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഓർക്കണം, ഇലക്ട്രിക് ബസ്സുകൾ സൗജന്യമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നിരുന്നത്. എന്നാൽ അത് വാങ്ങാൻ അയാൾ തയ്യാറായില്ല. അതിന് പകരം കിഫ്ബിയിൽ നിന്നോ മറ്റോ ഏതോ 107 കോടി രൂപയോ മറ്റോ വായ്പയെടുത്ത് ബസ് വാങ്ങുമെന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ്റെ കുടുംബവും ഗണേഷ് കുമാറിൻ്റെ കുടുംബവും ഒക്കെ കൂടെ ചേർന്നിട്ട് ഈ സിംഗപ്പൂർ, മാനില എന്നീ രാജ്യങ്ങളിലേക്ക് വിദേശ പര്യടനത്തിന് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിദേശയാത്ര സ്പോൺസർ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ബസ് നിർമ്മാണ കമ്പനിയാണ് എന്നാണ്. ആ സ്വകാര്യ ബസ് നിർമ്മാണ കമ്പനിയുടെ ബസ്സുകളാണ് പിന്നീട് KSRTC വാങ്ങിയത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സൗജന്യമായി ലഭിക്കുമായിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാതെ ഒരു പ്രത്യേക സ്വകാര്യ ബസ് നിർമ്മാതാക്കളിൽ നിന്ന് ഒരു 100-300 ബസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട്, അതിൻ്റെ ഡീല് നടന്നത് ഈ സിംഗപ്പൂർ, മാനില ട്രിപ്പുമായി ബന്ധപ്പെട്ടാണെന്നും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഗണേഷ് കുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ വിദേശ യാത്ര ഏർപ്പാടാക്കി കൊടുത്തത്, അതിൻ്റെ ചെലവുകൾ മുഴുവൻ വഹിച്ചത് ഒരു സ്വകാര്യ ബസ് നിർമ്മാണ കമ്പനിയാണ് എന്നുമുള്ള ആരോപണം ശക്തമായി ഉയർന്നു നിൽക്കുന്നുണ്ട്.
എന്തായാലും ആ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 300 ബസ്സുകളാണ് വാങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഡീലിൻ്റെ ഒരു കിങ് പിൻ എന്ന് പറയുന്നത് ഈ ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോനായിരുന്നു. അപ്പോൾ അങ്ങനെ ബിന്ദു മേനോന് കൂടുതൽ ഒരു സ്വീകാര്യത വരുന്നു. ബിന്ദു മേനോൻ മുഖ്യമന്ത്രിയുടെ മകളുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതൊക്കെ തന്നെ ആ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വ്യാപകമാണ്. കോടികളുടെ കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം വ്യാപകമാണ്. അപ്പം അതങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായി പോകുന്ന അവസരത്തിലാണ് ഈ ഗണേഷ് കുമാറും ബിന്ദു മേനോനും തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ ഗണേഷ് കുമാറും ബിന്ദു മേനോനും തമ്മിൽ എങ്ങനെയാണ് തെറ്റുന്നത്? ആ തെറ്റാനുണ്ടായ സംഭവമാണ് യഥാർത്ഥത്തിൽ ശനിയാഴ്ച ഗണേഷ് കുമാറിൻ്റെ വാളകത്തിലുള്ള വീട്ടിൽ വെച്ച് നടന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഈ ബിന്ദു മേനോൻ ഒരു ചെറിയ മീനല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ ബോധ്യമായല്ലോ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിയും ആഴവും അതൊക്കെ തന്നെ. അപ്പോൾ അവരും ഗണേഷ് കുമാറുമായി ചില തർക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാറിൻ്റെ വാളകത്തുള്ള വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാരന്മാരെ നിയമിച്ചിരുന്നു ബിന്ദു മേനോൻ. ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ഗണേഷ് കുമാറിൻ്റെ വേലക്കാരികളൊക്കെ ആയിട്ട് നിൽക്കുന്നവർ പോലും ഈ ബിന്ദു മേനോൻ ഏർപ്പാടാക്കിയിട്ടുള്ള ചാരന്മാരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ശനിയാഴ്ച രാവിലെ കണ്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടോ മറ്റോ ഈ ബിന്ദു മേനോന് അവരെ ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ ഏർപ്പാടാക്കിയിട്ടുള്ള വനിതയായിട്ടുള്ള വേലക്കാരിയിൽ നിന്ന് ഒരു വിവരം കിട്ടുന്നു. ശനിയാഴ്ച ആയിരിക്കാം വിവരം കിട്ടുന്നു. ഒരു സ്ത്രീ ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നും ആ സ്ത്രീ ഗണേഷ് കുമാറിൻ്റെ കിടപ്പുമുറിയിലുണ്ട് എന്നൊക്കെ ഉള്ള വിവരം ഈ വേലക്കാരിയിൽ നിന്ന് ഈ സ്പൈ ആയിട്ട് അവർ നിയമിച്ച വേലക്കാരിയിൽ നിന്നാണ് ബിന്ദു മേനോന് ലഭിക്കുന്നത്. ബിന്ദു മേനോന് അത് ലഭിച്ചപ്പോൾ ബിന്ദു മേനോൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി, അന്താളിച്ചു പോയി. എന്താണെന്ന് ചോദിച്ചാൽ ബിന്ദു മേനോൻ മനസ്സിലാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സിംഗപ്പൂർ മാനില ട്രിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പാടാക്കിയ ആ ഡീലിൽ കക്ഷിയായിട്ടുള്ള സ്വകാര്യ കമ്പനിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ ആ ഡീൽ ഏർപ്പാടാക്കിയ തന്നെ അറിയിക്കാതെ തൻ്റെ ഭർത്താവായിട്ടുള്ള ഗണേഷ് കുമാറുമായി നേരിട്ട് ഇടപെടാൻ വേണ്ടി വാളയാർ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ബിന്ദു മേനോന് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിലെ ഡീൽ മുഴുവൻ നടത്തിയിട്ടുള്ള ബിന്ദു മേനോനാണ്. അതിൻ്റെ കമ്മീഷൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതും ഒക്കെ ബിന്ദു മേനോനാണ്. അതൊരു സ്വകാര്യ ബസ് നിർമ്മാതാക്കളുമായി ബിന്ദു മേനോനാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ബിന്ദു മേനോനെ ഞെട്ടിച്ചെന്താണ്? ബിന്ദു മേനോൻ്റെ അറിവില്ലാതെ ആ കമ്പനിയുടെ ഒരു വനിതാ പ്രതിനിധി ഗണേഷ് കുമാറുമായി നേരിട്ട് ഇടപെടുന്നു എന്നുള്ള വിവരമാണ് അവർക്ക് കിട്ടിയത്. അപ്പം അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണം, ഈ ഡീലിലൂടെ ഉണ്ടാക്കിയ പണം താൻ അറിയാതെ തൻ്റെ ഭർത്താവ് നേരിട്ട് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ തീരുമാനിക്കുന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്നിട്ടാണ് ഇവർ എരച്ച് അവിടെ ചെല്ലുന്നത്. അല്ലാതെ ഭർത്താവിൻ്റെ ലൈംഗിക ബന്ധം കണ്ടുപിടിക്കാനോ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അതൊക്കെ പച്ചക്കള്ളം പൊട്ടത്തെറ്റുമായിരുന്നു. താനും ഭർത്താവും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള അഴിമതി പണം അത് താനറിയാതെ തൻ്റെ ഭർത്താവ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ വനിത അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് ഈ കിടക്കമുറിയിലേക്ക് ചെല്ലുകയും കിടക്കമുറി ചെന്നിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഫോണിൽ പകർത്തുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം ഇതാണ്. ഇനി നമ്മൾ അവരേറ്റവും വലിയ ബുദ്ധിമതിയാണ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അവർ ഫോൺ അഭിമുഖത്തിൽ അവർ പറഞ്ഞിരുന്നല്ലോ ഈ ചിത്രങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ഗണേഷ് കുമാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ചിത്രമൊക്കെ ആയിരിക്കണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആണല്ലോ, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക. എന്നാൽ സംഭവിച്ചതല്ല. അവർ ബുദ്ധിമതിയായതുകൊണ്ട് അവരെന്താ ചെയ്തത്? അവർ മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞത്,
നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് നടത്തിയിട്ടുള്ള ഒരു ഡീല് നമ്മൾ രണ്ടുപേരും അറിയാതെ ആ ഡീലിൽ പങ്കാളിയായിരുന്ന ഗണേശൻ പൊളിച്ചുവെന്നും ഗണേശൻ സ്വതന്ത്രമായി ആ കമ്പനിയുമായി ഇടപെടുന്നു എന്നുമുള്ള അതിനിർണായകമായിട്ടുള്ള വിവരം മുഖ്യമന്ത്രിയുടെ മകളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബിന്ദു മേനോൻ ഈ ചിത്രം മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുത്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഗണേഷ് കുമാറിൻ്റെ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അഴിമതി ഡീലിൻ്റെ നേട്ടങ്ങൾ തനിക്ക് ആക്കിയെടുക്കാൻ ഗണേഷ് ശ്രമിച്ചത് പൊളിക്കുക എന്നുള്ളതായിരുന്നു ബിന്ദു മേനോൻ്റെ ലക്ഷ്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗണേഷ് കുമാറിൻ്റെ പരസ്ത്രീ ബന്ധങ്ങളിലൊന്നും വലിയ പരാതിയൊന്നുമുള്ള ആളായിരുന്നില്ല ഈ ബിന്ദു മേനോൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കും വലിയ സുഹൃത്ത് വലയൊക്കെ ഉള്ളൊരു സ്ത്രീ. അപ്പോൾ ഇതായിരുന്നു ഇവർ തമ്മിൽ തെറ്റാനുള്ള കാരണം. ഈ തെറ്റിയതിനെ തുടർന്ന് ബിന്ദു മേനോൻ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായി വികസിപ്പിച്ചെടുത്ത ഒരു കഥയാണ് ഈ ഗണേഷ് കുമാറും അയാളുടെ ലൈംഗിക ബന്ധവും ആക്രമണവും കയ്യേറ്റവും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഗണേഷ് കുമാറിൻ്റെ രാജി വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും.